നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. തല വല്ലാതെ വലുതാകുന്നു ഉമ്മ. ഷഹബാസ് അവസാനമായി അമ്മ റംസീനയോട് പറഞ്ഞത് ഇത്രമാത്രം. പിന്നീട് ഉമ്മ എന്ന് അവൻ വിളിച്ചിട്ടില്ല. അടിയേറ്റ് ക്ഷീണിതനായ ഷഹബാസിനെ കൂട്ടുകാർ തന്നെയാണ് വാടക വീടിന് മുന്നിൽ ഇറക്കിവിട്ടത്. പിന്നീട് ഷഹബാസ് പതിയെ വീട്ടിലേക്ക് നടന്നു പോവുകയായിരുന്നു. മകന്റെ വിയോഗവാർത്തയറിഞ്ഞ റംസീന കുഴഞ്ഞു വീണു. 3 കുഞ്ഞനുജന്മാരാണ് ഷഹബാസിനുള്ളത്. നേരെ ഇളയവനായ 2ാം ക്ലാസ് വിദ്യാർത്ഥി ഷമ്മാസിന് എപ്പോഴും ഷഹബാസിനെ വേണമായിരുന്നു. അവനെ എങ്ങനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണമെന്നാണ് ബന്ധുക്കളുടെ ആശങ്ക. അടിപിടിക്കൊന്നും നിൽക്കാതെ എല്ലാവരെയും ചിരിച്ചുകൊണ്ട് മാത്രം പെരുമാറുന്ന കുട്ടിയായിരുന്നു ഷഹബാസ് എന്ന് നാട്ടുകാരും പറയുന്നു. ഓനെ അവർക്ക് എങ്ങനെയാ കൊല്ലാനാവുക? എന്നും കാണുകയും സംസാരിക്കുകയും ചെയ്യുന്നവരല്ലേ. ദേഷ്യപ്പെട്ടാൽ പോലും മറുത്ത് സംസാരിക്കാത്തവനല്ലേ. ഷഹബാസിന്റെ സഹപാഠികളുടെയും അധ്യാപകരുടെയും സങ്കടം ഇതായിരുന്നു. അവർക്കെല്ലാം പ്രിയപ്പെട്ടവനായിരുന്നു. പഠന പാഠ്യേതര വിഷയങ്ങളിലെല്ലാം നിറഞ്ഞു നിൽക്കുകയും മികവ് കാട്ടുകയും ചെയ്ത ഷഹബാസ്. എളേറ്റിൽ MJ ഹയർ സെക്കൻഡറി സ്കൂൾ 10ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിയായ ഷഹബാസിന്റെ ദാരുണ മരണത്തിലുള്ള ആഘാതം താങ്ങാനാവാതെ കണ്ണീർ വാർക്കുകയായിരുന്നു ഇവരെല്ലാം. പഠനത്തോടൊപ്പം ക്യാമ്പുകളിലും വിനോദ പരിപാടികളിലും മറ്റും പങ്കെടുത്ത് തന്റെ സാന്നിധ്യം അറിയിച്ച ഷഹബാസ് അധികം സംസാരിക്കുകയോ ഒരു തരത്തിലുള്ള പെരുമാറ്റ ദൂഷ്യമോ ഇല്ലാത്ത മികച്ച വിദ്യാർത്ഥിയായിരുന്നുവെന്ന് ക്ലാസ് അധ്യാപകനായ CM ഷഫീഖ് പറഞ്ഞു. 8ാം ക്ലാസ്സിലേക്കാണ് ഷഹബാസ് എളേറ്റിൽ MJ സ്കൂളിലെത്തുന്നത്. ഫെബ്രുവരി 13 നടന്ന യാത്രയപ്പ് പരിപാടിയിൽ പങ്കെടുത്ത് 21 SSLC മോഡൽ പരീക്ഷയും കഴിഞ്ഞ് സ്റ്റഡി ലീവിലായിരുന്നു. SSLC പരീക്ഷയിൽ നല്ല മാർക്കോടെ വിജയിക്കണമെന്നായിരുന്നു ഷഹബാസിന്റെ മോഹം. പഠനകാര്യം അന്വേഷിക്കാൻ കഴിഞ്ഞ ദിവസം ഷഹബാസിന്റെ വീട്ടിൽ പോയെങ്കിലും വീട്ടിലില്ലാതിരുന്നതിനാൽ മറ്റൊരു ദിവസം വരാമെന്ന് പറഞ്ഞ് തിരിച്ചു പോന്നു. വിദ്യാർത്ഥി സംഘർഷമറിഞ്ഞ് ഉമ്മയെ വിളിച്ചപ്പോൾ ഷഹബാസ് അന്നേ ദിവസം 4 മണിവരെ വീട്ടിലിരുന്ന് പഠിക്കുകയായിരുന്നുവെന്നും ഇതിനുശേഷമാണ് പുറത്തു പോകുന്നുവെന്നും പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയതെന്നുമാണ് മാതാവ് പറഞ്ഞതെന്ന് CM ഷഫീഖ് വ്യക്തമാക്കി. ശാന്ത സ്വഭാവിയായ ഷഹബാസ് എങ്ങനെയാണ് സംഘർഷത്തിൽപ്പെട്ടതെന്നും മാരകമായ ആക്രമണത്തിനിരയായതെന്നുമാണ് വിദ്യാർത്ഥികളും അധ്യാപകരും സങ്കടത്തോടെ ചോദിക്കുന്നത്. പരസ്പരം തോളിൽ കൈയിട്ട് സ്നേഹത്തോടെ കഴിഞ്ഞവർക്ക് എങ്ങനെയാണ് ഒറ്റ നിമിഷത്തിൽ ഷഹബാസിനെ ഇല്ലാതാക്കാൻ കഴിഞ്ഞതെന്നും ഇവർ പരിതപിക്കുന്നു. ചിരിക്കുന്ന മുഖവുമായി പരീക്ഷയ്ക്ക് കാണാമെന്ന് പറഞ്ഞ് അധ്യാപകർക്കും സഹപാഠികൾക്കുമെല്ലാം കൈകൊടുത്ത് പിരിഞ്ഞത് അവസാനത്തെ കാണലായിരുന്നുവെന്നത് ഉൾക്കൊള്ളാനാവാതെ കണ്ണീർ വാർക്കുകയാണ് സ്കൂളിലെ വിദ്യാർത്ഥികൾ ഒന്നടങ്കം.